ഗംഗ എന്ന പേര് ഇപ്പോൾ മലയാളികൾക്ക് ഒരു സ്വരരാഗഗംഗാ പ്രവാഹത്തിൻ്റെ കൂടെ പ്രതീകമാണ്. കേവലം 11 വയസ്സ് മാത്രമുള്ള ഗംഗ തൻ്റെ വയലിൻ തന്ത്രികൾ തീർത്ത വിസ്മയനാദം കേരളത്തിൻ്റെ ഈ ഭാരതത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ച് ലോകമെമ്പാടും പ്രശസ്തമായി കഴിഞ്ഞിരിക്കുന്നു. 4-ാം വയസ്സ് മുതൽ വയലിൻ അഭ്യസനം തുടങ്ങിയ ഗംഗ തൻ്റെ തനതായ ശൈലി കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കി. ഇതിനോടകം 400-ൽ പരം വേദികളിൽ കാണികളുടെ കണ്ണും ഹൃദയവും കവർന്ന ഗംഗ MS സുബ്ബലക്ഷ്മി അവാർഡ് കിട്ടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വയലിൻ ഭാഗത്തിലെ കലാകാരിയാണ്. ഗംഗയ്ക്ക് വയലിൻ എന്ന വാദ്യോപകരണം ഒരു കളിപ്പാട്ടം പോലെ എന്ന് പറയുന്നതിൽ അതിശയോക്തി വേണ്ട, അത്ര അനായാസമാണ് അതിലെ പ്രകടനം. ഗംഗ തൻ്റെ വയലിൻ തന്ത്രികൾ മീട്ടുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന ഭംഗിയുള്ള ഭാവങ്ങൾ വാദനത്തിൻ്റെ ലയം പോലെ തന്നെ നമ്മുടെ മലവും കുളിർപ്പിക്കുന്നു. ഇനി ഈ തന്ത്രികൾ നൊഴിവെന്ന ഗംഗയിൽ മുങ്ങി നീരാടാം. ഒരിക്കൽ കൂടി അവർക്കും സുസ്വാഗതം. ഞങ്ങൾ സമാരംഭിക്കട്ടെ ഗംഗാ തരംഗം. ക്ഷണിക്കാം ഗംഗ ശശിധരൻ. പ്രിയപ്പെട്ടവരെ, 7-ാം ക്ലാസ്സുകാരിയായ ഗംഗയുടെ പരിപാടി ഞാൻ ആദ്യം കാണുന്നത് ഏതാനും മാസം മുമ്പ് ഗുരുവായൂരിൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു ചടങ്ങിന് പോയപ്പോഴാണ്. അപ്പോൾ അവിടെ നേരത്തെ എത്തിയപ്പോൾ ഗംഗയുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ആ സ്റ്റേജിൽ വെച്ച് ഇതുപോലെ ഗംഗയെ ആദരിച്ച് അവിടെ നിന്ന് ക്ഷണിച്ചതാണ് തൃത്താലയിൽ നടക്കുന്ന സരസ്മേളയിലേക്ക് ഗംഗയെ. ഞാൻ അതിനു മുമ്പ് ഗംഗയുടെ പരിപാടി കണ്ടിട്ടില്ല. ആ ഒറ്റ പരിപാടി കണ്ടപ്പോൾ ഗംഗയുടെ പ്രതിഭ എന്താണ് എന്ന് മനസ്സിലായപ്പോൾ അപ്പം ക്ഷണിച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നീട് വിളിച്ചപ്പോൾ ഗംഗയും സംഘവും കൂടി ഓസ്ട്രേലിയയിലൊരു പര്യടനത്തിലായിരുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ തൃത്താലയുടെ, ചാലിശ്ശേരിയുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്ന സ്നേഹം ഗംഗയെ നമുക്കെല്ലാവർക്കും ഒരുമിച്ചറിയിക്കാം.